ഇപ്പോൾ നിങ്ങൾ ടെലഗ്രാം ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാറ്റുകൾ ആർക്കൈവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പം ആർക്കൈവ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ വന്നിട്ട് ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പം അത്ര പെട്ടെന്ന് ആ ഒരു ചാറ്റ് അവർക്ക് കാണാൻ പറ്റില്ല. അപ്പം അത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ടെലഗ്രാമിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ചാറ്റ് ആർക്കൈവ് ചെയ്ത് വെക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് ചാറ്റാണോ നിങ്ങൾക്ക് ആർക്കൈവ് ചെയ്ത് വെക്കേണ്ടത് ആ ഒരു ചാറ്റ് സെലക്ട് ചെയ്യുക. അപ്പം എനിക്ക് ഈ ഒരു ചാറ്റാണ് ആർക്കൈവ് ചെയ്ത് വെക്കേണ്ടത്. അപ്പം ഈ ഒരു ചാറ്റിൽ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്താൽ ഇവിടെ 3 ഡോട്ട്സ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആർക്കൈവ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആർക്കൈവിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ആർക്കൈവ്ഡ് ചാറ്റ് എന്നുള്ള സെപ്പറേറ്റ് സെക്ഷൻ കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഒരു 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്താലും ആർക്കൈവ് ചാറ്റ് എന്നുള്ള സെപ്പറേറ്റ് ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചാറ്റിലോട്ട് വീണ്ടും പോകണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ടെലഗ്രാമിൻ്റെ ഫസ്റ്റ് ആ ഒരു പേജിലോട്ട് വരിക. അതിനുശേഷം മുകളിൽ നിന്ന് താഴത്തോട്ട് ഒന്ന് സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആർക്കൈവ്ഡ് ചാറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആർക്കൈവ് ചെയ്ത് വെച്ചിട്ടുള്ള ചാറ്റുകളൊക്കെ അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അവരുമായിട്ട് ചാറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ടെലഗ്രാമിൽ ഒരു ചാറ്റ് ആർക്കൈവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.